സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ അല്ല, എൻ്റെ ഒപ്പീനിയൻ പറയാൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ സിനിമയിൽ ഒരുപാട് ഹോപ്സും ഡ്രീംസൊക്കെ ഉണ്ട്. അതുപോലെ LCU ഫാൻസിന് ഒരുപാട് കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് ഈ കൂലി എന്ന് പറയുന്നത്. അത് LCU ആയിട്ട് കണക്റ്റുള്ള സിനിമയല്ല എന്നൊക്കെ ഒഫീഷ്യലി പറഞ്ഞെങ്കിലും പിന്നീട് വരുന്ന കുറച്ച് വാർത്തകൾ പറയുന്നത് LCU ആകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ്. ഞാനും അതിനുവേണ്ടി ഹോപ്പ് ചെയ്യുന്നു. സോ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിലേക്ക് ഒരു പ്രേക്ഷകനെ, അതായത് ട്രെയിലർ കണ്ട ഒരു പ്രേക്ഷകനെ സിനിമയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ഒരു പ്രോസസ്സിൽ ഈ ട്രെയിലർ അത്ര ഹൈപ്പ് നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. പേഴ്സണലി എനിക്ക് ട്രെയിലർ കണ്ടിട്ട് വലിയ ഹൈപ്പ് ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് ആ ഒരു സിനിമ കാണുവാനും മാത്രം ഒരു ഹൈപ്പ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ട്രെയിലറിൽ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അമീർ ഖാൻ്റെ ക്യാരക്ടർ, നാഗാർജുനയുടെ ക്യാരക്ടർ, ശ്രുതി ഹസൻ്റെ ക്യാരക്ടർ, രജനീകാന്തിൻ്റെ ക്യാരക്ടർ, ഷൗബിൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഒരു എന്താ പറയുക ക്യാരക്ടർ ഇൻട്രോ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സിനിമ ട്രെയിലർ സിനിമയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ഒരു ഗ്യാപ്പിന് ഒരു ഹൈപ്പോ ബിൽഡപ്പോ നൽകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമയെപ്പറ്റി നമ്മൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ആരെയും പറ്റി കുറ്റം പറയുകയോ അല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. അതുപോലെ ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി വളരെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയുമാണ്. ഈ സിനിമ കാണാൻ വേണ്ടി പണം മുടക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയും കൂടിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. നമുക്കറിയാം അനിരുദ്ധിൻ്റെ സ്കോറുകൾ എപ്പോഴും ബെറ്ററാണ്. പക്ഷേ പേഴ്സണലി ഞാൻ ഇതിൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിരുദ്ധ് ആണ് കൂടുതലും വോക്കൽസ് കൊടുക്കാറുള്ളത്. മീൻസ് അതിൻ്റെ വോക്കൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംഗിങ് പാർട്ട് കൂടുതലും ചെയ്യുന്ന അനിരുദ്ധാണ് പല സോങ്ങുകളിലും. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ ഇത് റെപ്പറ്റേറ്റീവായി വരുന്നതുകൊണ്ട്, അതായത് അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊടുക്കുന്ന സ്ഥലത്തെല്ലാം അവൻ്റെ വോക്കൽസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് പല സ്ഥലങ്ങളിലും വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിലും ചില ഇടങ്ങളിലൊക്കെ എനിക്കത് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. ബട്ട് ദിസ് ടൈം ഐ വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഇതൊരു ഗുഡ് ഇനീഷ്യേറ്റീവായിട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ LCUവിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ്. LCUവിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി കൊണ്ടുപോയി എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലെത്താൻ വേണ്ടി കുറേ താമസവും കോംപ്ലിക്കേഷൻസും വരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. സോ അങ്ങനെ LCUവിൻ്റെ ഒരു പാർട്ട് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് ആകണം എന്നൊരു ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി അങ്ങനെ ആകാൻ ചാൻസ് ഇല്ലായിരിക്കും. അഥവാ അങ്ങനെ ആയാൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. സിനിമ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പോക്ക് കോംപ്ലിക്കേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ സിനിമ ട്രെയിലർ കറൻ്റ്ലി നമ്മളെ സിനിമയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ എന്തായാലും അത് ഹോണസ്റ്റ്ലി നമ്മൾ അത്ര അങ്ങോട്ട് പമ്പ് ചെയ്യുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. സിനിമ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പോയി കാണും. പക്ഷേ ആഗ്രഹമില്ലാത്തൊരാളെയും കൂടി അത് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മാസ് ട്രെയിലർ എനിക്കിതിൽ ഫീൽ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സിനിമയിൽ LCU എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് കുറേ പേര് തിയേറ്ററിൽ പോകും. അങ്ങനെ തന്നെയാണ് ഞാനും തിയേറ്ററിൽ പോകാൻ പോണത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക് ഔട്ട്, ദർസ് എ ചാൻസ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പടങ്ങൾക്ക് വലിയൊരു ഡിമാൻഡൊക്കെയാണ്. പണ്ട് സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ നാണക്കേട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്ന് അത് മാറി. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമോ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമോ നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. പിന്നെ സിനിമയുടെ സമയത്തുള്ള ക്ലാഷാണ് വാർ 2 ആയിട്ടുള്ള. അതിൽ പേടിക്കാനൊന്നും കാണത്തില്ല. കാരണം നമ്മുടെ തലവറിൻ്റെ സിനിമയ്ക്ക് ക്ലാഷ് വയ്ക്കാൻ മാത്രമൊന്നും ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം രജനീകാന്തിൻ്റെ ഹിസ്റ്ററി അറിയാവുന്നവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അവർക്ക് വിജയിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ വേൾഡ് ഫേമസ് ആയിട്ട് പോകും. എസ്പെഷ്യലി കൊറിയയിലും ചൈനയിലൊക്കെ ജപ്പാനിലൊക്കെ കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചൊക്കെ പിടിച്ച് ഈ പടം വേൾഡ് വൈഡ് കത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ഓഡിയൻസ് ഒന്നും കാണുമെന്നില്ല, പക്ഷെ നമ്മുടെ മല്ലൂസും അല്ലെങ്കിൽ തമിഴ്സും ഒക്കെ തെലുങ്സും അല്ലെങ്കിൽ ഹിന്ദി ആൾക്കാരും ആയാലും പിന്നെ ജപ്പാനീസ് ആൾക്കാരായാലും കൊറിയൻസ് ആയാലും സിനിമ കാണുകയും ആ ഒരു രീതിയിൽ കത്തിക്കയറാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയായിരിക്കും. അപ്പോൾ വാർ 2 ആയിട്ടുള്ള ഒരു ക്ലാഷ് വലിയ ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ലെറ്റ്സ് സീ ഹൗ ദിസ് മൂവി വിൽ ഗോ.